ഈ കൊട്ടിൻ്റെ ഹൈറ്റാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇത്രയും ഹൈറ്റിൽ വേണം വരാം. ഇവിടെ വരരുത്. കാരണം ഇപ്പോൾ ഈ കൈ ഇവിടെ വെച്ചു, ഇവളുടെ കൈ അവിടെ ഇല്ലെങ്കിൽ കൃത്യം ഇവിടെ കൊള്ളുക. അപ്പോൾ അതിനേക്കാൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കാണാൻ പറ്റും. നമുക്ക് അവിടെ പിടിച്ചൊന്ന് കാണിച്ചു കൊടുക്കാം. ഈ ഹൈറ്റ് കിട്ടാൻ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് കൂടെ ഫേസ് കാണാൻ പറ്റും. ഇങ്ങനെ കാണാൻ പറ്റും. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കിട്ടില്ല. പിന്നെ ഇവിടെ അതിലും താഴെ ഇങ്ങനെയല്ല അടിക്കുക. ഇങ്ങനെ അടിക്കുമ്പോൾ താളം പോകാനും എളുപ്പമാണ്. ഇതിൻ്റെ ഈ ഒരു സമയം ഉണ്ടല്ലോ, ഈ സമയം കിട്ടണം. ഇവിടെ ആകുമ്പോഴേക്കും സ്പീഡ് കൂടും. അപ്പോൾ കുട്ടികളപ്പോൾ ഇന്നൊക്കെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ തന്നെ കണ്ടു ആ ഒരു സ്പീഡ് പോവും. അപ്പോൾ അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്യും. അങ്ങനെ കൃത്യം ക്യൂവിലായിരിക്കില്ല. അതായത് ഇപ്പോൾ ഉള്ളിലും പുറത്ത് നിന്ന് കറക്റ്റ് അങ്ങനെയല്ല. അതും കൂടെ നോക്കാം. 1 2 കണ്ട ഇത്രയും എങ്ങനെയാണ് വരുന്നത്. ഉള്ളിലും പുറത്ത് പോകുമ്പോഴേക്കും ഇങ്ങനെ നിൽക്കണം. ഇങ്ങനെയല്ലല്ലോ വരുന്നത്, ഇത്ര വരും. അടുത്ത കളിക്ക് തിരിച്ചും ആദ്യം ഉള്ളിലുണ്ടായിരുന്നവരൊക്കെ പിന്നെ പുറത്തേക്ക് വരും. അപ്പോൾ എന്നിട്ട് നമ്മൾ അപ്പുറത്ത് കളിക്കുന്നതും കാണിച്ചു കൊടുക്കാം. 3 4 1 2 3 4 1 2 3